ചിന്താവാരിക മുഖപ്രസംഗം 2024 ഫെബ്രുവരി 16. 2 ബഡ്ജറ്റുകൾ 2 നിലപാടുകൾ. 2 ബഡ്ജറ്റുകളാണ് ഫെബ്രുവരി 1-നും 5-നുമായി അവതരിപ്പിക്കപ്പെട്ടത്. 1-ന് കേന്ദ്ര ബഡ്ജറ്റും 5-ന് കേരള ബഡ്ജറ്റും. കേന്ദ്രത്തിൻ്റെത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൂടാ. 3 മാസത്തിനകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഓൺ അക്കൗണ്ട്സ് ആണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പുതുതായി അധികാരത്തിൽ വരുന്ന കേന്ദ്ര സർക്കാർ ആ കാലയളവിനുള്ളിൽ അധികാരമേറ്റ് വരും സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച് ലോക്സഭ പാസ്സാക്കണം. ആ നടപടിക്രമമാണ് പാർലമെന്റിൽ നടക്കുന്നത്. അതിലപ്പുറം ഒന്നുമില്ല. അതേസമയം അധികം ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്താതെ കഴിഞ്ഞുപോയൊരു കാര്യം പാർലമെന്റിന്റെ നടപടിക്രമത്തിലുണ്ട്. ബഡ്ജറ്റിന് മുമ്പ് സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്ന പതിവുണ്ട് ലോക്സഭയിൽ. ഇത്തവണ അതുണ്ടായില്ല. പോയ വർഷത്തെയും നടപ്പു വർഷത്തെയും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സാമ്പത്തിക സർവേയിൽ പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പരിവേഷത്തിന് ഇടിവ് തട്ടുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വേളയിൽ BJP സർക്കാരിന് ഹാനികരമാവുന്ന ചിലത് സർവേയിൽ പറയേണ്ടി വരും. അതൊഴിവാക്കാനാണ് സർവേ തന്നെ അവതരിപ്പിക്കേണ്ട എന്ന് വെച്ചത്. മാത്രമല്ല, ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലും പോയ വർഷത്തെക്കുറിച്ചല്ല, മോദി സർക്കാരിന്റെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലത്തെ നേട്ടങ്ങളെക്കുറിച്ചാണ്, അവയെക്കുറിച്ച് മാത്രമാണ് കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായത്. സമ്പദ് വ്യവസ്ഥയുടെ പൊതുസ്ഥിതി സൂചിപ്പിക്കുന്ന സൂചികകൾ പൊതുവിൽ വളർച്ചയെയല്ല തളർച്ചയെയാണ് വെളിവാക്കുക എന്നതുകൊണ്ടായിരിക്കണം സാമ്പത്തിക സർവേയുടെ അവതരണം തന്നെ ഒഴിവാക്കപ്പെട്ടത്. ഇനി കേരള ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ കുറിച്ച്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 3ാം വർഷമാണിത്. അതിന്റെ 4ാമത്തെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. 67 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭ ആദ്യമായി നിലവിൽ വന്നത്. അതിന്റെയും 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയുടെയും 1980 1ാം LDF മന്ത്രിസഭയുടെയും ബഡ്ജറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭക്ഷണം, കിടപ്പാടം, വിദ്യാഭ്യാസം, ആരോഗ്യരക്ഷ മുതലായ കാര്യങ്ങളിലായിരുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ കാർഷിക, വ്യാവസായിക, സാമൂഹ്യ, സാമ്പത്തിക വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തി. ഇപ്പോൾ ജ്ഞാന സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യപ്രഖ്യാപനം കൂടി LDF ബഡ്ജറ്റിന്റെ ഭാഗമായി നടത്തി. ഭക്ഷണം, കിടപ്പാടം, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നീ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ സാർവജനീയമായി കൈവരിക്കപ്പെട്ടിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ തന്നെ. മാത്രമല്ല, ഇവയെയും 21ാം നൂറ്റാണ്ടിന് ചേർന്ന വിദ്യാഭ്യാസം, ആരോഗ്യരക്ഷ, സാമൂഹ്യ രക്ഷ എന്നിവയെയും കേരള ജ്ഞാന സമൂഹമായി മാറുമ്പോഴത്തെ നിലവാരം വെച്ച് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവും LDFിനുണ്ടായി. ഇതൊക്കെ ഈ ബഡ്ജറ്റിലും പ്രതിഫലിച്ചു കാണാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയിരിക്കുന്നതായി ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ധനമന്ത്രി നിരീക്ഷിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച് ഭാവിയെ ലക്ഷ്യമാക്കി കുതിക്കുകയും ചോദനത്തിൽ വൻ വളർച്ച ഉണ്ടാവുകയും ഇവയുടെ ഫലമായി സാമ്പത്തിക വികസനം ഉണ്ടാകുന്നവയാണ് സൂര്യോദയ സാമ്പത്തിക മേഖലകളായി വിവരിക്കുന്നത്. സൂര്യോദയത്തിൽ ഉണ്ടാവുന്ന വെളിച്ചത്തിന്റെയും ചൂടിന്റെയും അവ സൃഷ്ടിക്കുന്ന ആകമാന വളർച്ചയുടെയും സ്ഥിരതയെയാണ് സൂര്യോദയ മേഖലയായി കണക്കാക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിന്റെ സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരമൊരു സ്ഥിതിവിശേഷം കഴിഞ്ഞ 8 വർഷത്തെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാണാമെന്നാണ് ബഡ്ജറ്റ് പ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്. ഉൽപാദന മേഖലകളിലെയും സേവന മേഖലകളിലെയും വളർച്ചയെ വലിയൊരു മുന്നേറ്റമാക്കി മാറ്റുന്നതിന് പശ്ചാത്തല സൗകര്യങ്ങളിൽ അതിവേഗം ബഹുമുഖമായി ഉണ്ടാക്കപ്പെടുന്ന പുരോഗതിക്ക് കഴിയും. ഇതാണ് കേരളത്തിൽ 2016 മുതൽ ഇങ്ങോട്ടുണ്ടായ പുരോഗതി കാണിക്കുന്നത്. മഹാമാരിയും കോവിഡും ഉണ്ടാക്കിയ തിരിച്ചടിയെ അതിവേഗം അതിജീവിക്കുന്നതിന് ഇത് സഹായിച്ചു. എന്നു മാത്രമല്ല, വികസന രംഗത്തെ മുന്നേറ്റത്തിന് പശ്ചാത്തല രംഗത്തെ ബഹുമുഖമായ വളർച്ച ഊക്കുകൂട്ടി. അസാധാരണമായ ഈ വികസന പുരോഗതി മൂലം കേരളം തകരുകയാണെന്നുള്ള UDF BJP പ്രചരണം ജനങ്ങൾക്കിടയിൽ കാര്യമായി ഏശാതിരിക്കുന്ന സ്ഥിതിയുണ്ടായി. LDF വികസിപ്പിച്ച് മുന്നോട്ട് വയ്ക്കുന്ന കേരള വികസന മാതൃകയെ നിരന്തര പ്രചരണങ്ങൾ വഴി തകർക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടരുടെയും ഇവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളുടെയും പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ ഈ സൂര്യോദയ വികസന കാഴ്ചപ്പാട് കുറച്ചൊന്നുമല്ല സഹായിച്ചത്. കേന്ദ്ര സർക്കാരും അതിനെ നയിക്കുന്ന ഭരണകക്ഷിയും കേരള വികസനത്തെ തകർക്കാൻ ഭരണതലത്തിലും പ്രചരണങ്ങളിലും ചെയ്യുന്ന ദ്രോഹങ്ങൾ ചെറുതല്ല.
പല ഇനങ്ങളിലായി കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട നികുതി സമാഹരണത്തിലെ വിഹിതം ഓരോ കാരണം പറഞ്ഞ് ഒരു കാരണവും പറയാതെയും നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. LDF സർക്കാരിനെതിരായി കേരളത്തിലെ ജനങ്ങളുടെ രോഷം ആളിക്കത്തിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ. ഈ സമീപനം ഏറിയും കുറഞ്ഞുമുള്ളതിനാൽ തമിഴ്നാട്, കർണാടകം എന്നീ അയൽ സംസ്ഥാനങ്ങൾ മുതൽ പശ്ചിമ ബംഗാൾ, ഡൽഹി, പഞ്ചാബ് എന്നീ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെയും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരായി കേന്ദ്ര BJP സർക്കാർ ഭീഷണി മുഴക്കുന്നു. ഈ സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികളും ജനങ്ങളും കേന്ദ്ര BJP സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നിലനിർത്തേണ്ട സഹവർത്തിത്വത്തിനു വേണ്ടിയുമുള്ള പ്രചരണങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക, കേരളം മുതലായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും MP-മാരും MLA-മാരും ഡൽഹിയിലും സംസ്ഥാനങ്ങളിലും നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തകർക്കുന്ന കേന്ദ്ര BJP സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരായ മുന്നറിയിപ്പാണ് മുഴങ്ങിയത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സാർവത്രികമായി ഇത്ര കലുഷിതമായ കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ. കേരള ബജറ്റ് ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം മൂലധനത്തെ വൻതോതിൽ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്. പശ്ചാത്തല സൗകര്യങ്ങളും അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും ഉൽപാദന വിപണന മേഖലകൾക്ക് ആവശ്യം വേണ്ട ഗതാഗത ആശയവിനിമയ സൗകര്യങ്ങളും വെള്ളം, ഊർജം മുതലായ അടിസ്ഥാന ആവശ്യങ്ങളും സാമാന്യം മെച്ചപ്പെട്ട നിലവാരത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ 3 ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപം അടുത്ത 3 വർഷങ്ങൾക്കകം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ LDF സർക്കാർ. നിക്ഷേപകർക്കും സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായ പരിപാടിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ ലക്ഷ്യം വെച്ചാണ് കൊച്ചി വിഴിഞ്ഞം തുറമുഖ വികസനം, വ്യവസായ ഇടനാഴികൾ, IT അധിഷ്ഠിത മേഖലയുടെ വികസനം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം മുതലായവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. 28 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, ചൈനീസ് മാതൃകയിലുള്ള വികസന മേഖലകൾ, കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റൽ, വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ വിദേശ മൂലധന നിക്ഷേപം, വിനോദസഞ്ചാര മേഖലയിൽ 5000 കോടി രൂപയുടെ അധിക നിക്ഷേപം മുതലായവ ഈ കാഴ്ചപ്പാടോടെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് അംഗനവാടി ജീവനക്കാരെ മുതൽ മറുവശത്ത് പ്രവാസി അക്കാദമി വിദഗ്ധരെ വരെ അണിനിരത്താൻ ബജറ്റിൽ പദ്ധതികൾ ഒരുക്കിയിട്ടുള്ളത് കേരളത്തെ ഇത്തരത്തിൽ നാനാ മേഖലകളിൽ ഉന്നത നിലവാരത്തിലേക്ക് ഒരേ സമയം ഉയർത്തുന്നതിനാണ്. അതിദരിദ്രതയാകെ ആ നിലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുള്ളതാണ് LDF സർക്കാരിന്റെ ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസത്തിന് 1032 കോടി രൂപ, ഉന്നത വിദ്യാഭ്യാസത്തിന് 456.71 കോടി രൂപ, വ്യവസായ മേഖലയ്ക്ക് 1729.13 കോടി രൂപ, കാർഷിക മേഖലയ്ക്ക് 1698.8 കോടി രൂപ, ലൈഫ് പദ്ധതിക്ക് 1132 കോടി രൂപ തുടങ്ങിയ പ്രധാന വകയിരുത്തലുകൾ നടത്തിയത്. കയർ, കശുവണ്ടി, കൈത്തറി, ഖാദി മുതലായ പരമ്പരാഗത മേഖലകൾക്ക് അർഹമായ വകയിരുത്തലുകൾ നടത്തി സകല ജനവിഭാഗങ്ങളെയും ബജറ്റ് ചേർത്തു പിടിക്കുന്നു. കുടുംബശ്രീ എന്ന സ്ത്രീ ശാക്തീകരണ മേഖലയ്ക്കും അർഹമായ സഹായം നൽകി അവരുടെ പുരോഗതി ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമായ അധിക വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി 1067 കോടി രൂപയുടെ പുതിയ വിഭവ സമാഹരണവും സാധാരണക്കാരെ നോവിക്കാതെ ബജറ്റ് ലക്ഷ്യമിടുന്നു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആകെ നന്മയും പുരോഗതിയും ഉറപ്പുവരുത്തുന്നതും വർഗീയവാദികൾക്കും അവരുമായി കൈകോർക്കുന്നവർക്കും ജനങ്ങൾക്കിടയിൽ വേരോട്ടം വർദ്ധിക്കുന്നത് തടയുന്നതുമാണ് LDF സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്ന നയസമീപനവും വികസന പദ്ധതികളും. അത് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ വികസന മാതൃക സമർപ്പിക്കുന്നു.